ഒരാളെ രക്ഷിച്ചതിന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. ഇനി അനുവെന്നല്ല, ഏതൊരു പെണ്ണായാലും എന്റെ മുന്നിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നത് കണ്ട ഞാൻ ഇടപെടും. എന്നെ കൊണ്ട് പറ്റിയ രക്ഷിക്കും. അത് ചാനലുകൾക്ക് മുന്നിൽ ചെന്ന് നിന്ന് വീമ്പിളക്കാനും അതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനൊന്നും ഞാൻ നിന്ന് കൊടുക്കാറില്ല. ഇപ്പോ നീ കളിച്ച ഈ കളിയുണ്ടല്ലോ, അതൊരു തറപ്പണിയാണ് മോളെ. ഇവിടെന്താ പ്രശ്നം? മേഡം, എന്താ മേഡം, എന്താ ഇവിടെ പ്രശ്നം? ഞാനൊരു മയക്കത്തിലായിരുന്നു, അവിടെ ബഹളം കേട്ടത്. മേഡം, കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഇത്രയും ദിവസം അനുവിനെ രക്ഷിച്ചത് ഞാനാണെന്നും പറഞ്ഞ് ആരുടെ മുന്നിൽ വന്ന് ഞാൻ വീമ്പിളക്കിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ തുറന്നു പറയുന്നു, അന്ന് അനുവും സുഹൃത്തുക്കളും ആക്രമിക്കപ്പെട്ടപ്പോ ആ പൂവാലന്മാരെ നേരിട്ടതും അവരെ പിടിച്ചു കെട്ടിയിട്ടതും പോലീസിൽ ഏൽപ്പിച്ചതും ഞാൻ തന്നെ. അത് അന്നേ എല്ലാവരും സമ്മതിച്ചല്ലേ? അതിനിപ്പോ എന്താ പ്രശ്നം? ബാലമാഷേ, കാരണവരുടെ വേഷം കെട്ടി ഉമ്മറത്തിരുന്നാ മാത്രം പോരാ. കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന കള്ളക്കളികളെ കുറിച്ചുകൂടി അറിയാൻ ശ്രമിക്കണം. അന്ന് ഞാൻ ചെയ്തത് വലിയ സാഹസമോ ലോകത്തൊരാളും ചെയ്യാത്ത പ്രവൃത്തിയൊന്നുമല്ല. എന്നിട്ടും നീ ചാനലുകളുടെ മുന്നിൽ നിന്ന് എന്നെ പുകഴ്ത്തി പറഞ്ഞപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയത്. അതിന് സത്യമായി. ആന്റിയുടെ മരുമോളും പുന്നാരമോളും ചേർന്ന് നടത്തിയ ഗൂഢാലോചന മനസ്സിലായോ ആന്റിക്ക്? ആദ്യം സത്യം സത്യമായി തന്നെ പറയുന്നു, എന്നെ വാനോളം പുകഴ്ത്തുന്നു. അതെല്ലാം കഴിഞ്ഞ് സത്യം അതല്ലായിരുന്നുവെന്നും ആ ധീരകർമ്മം ചെയ്യിച്ചത് ചാരുവാണെന്നും ചാരു തന്നെ അനുവിനെ കൊണ്ട് പറയിപ്പിക്കുന്നു. എങ്ങനെയുണ്ട് പരിപാടി? എന്നെ അപമാനിക്കാൻ വേണ്ടി ചെയ്യാത്ത സൽക്കർമ്മത്തിന്റെ ക്രെഡിറ്റ് പിടിച്ചു പറ്റുന്നവളാണ് ഞാനെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവളുമാര് രണ്ടുപേരും ചേർന്ന് നടത്തിയ കള്ളക്കളിയാ ഇന്നിവിടെ ഈ പൊളിഞ്ഞു വീണിരിക്കുന്നത്. ഒരു കള്ളക്കളിയില്ല, ചാരു ചേച്ചി തന്നെയാ ഞങ്ങളെ രക്ഷിച്ചത്. ഇനി നീ മിണ്ടിപ്പോവരുത്, അതിനുള്ള വോയിസ് ഇല്ല നിനക്ക്. അനു, നീ അവിടെ മിണ്ടാതെ നിൽക്ക്. നോക്കരവിന്ദ്, ഞാൻ നിങ്ങളുടെ ഭാര്യ. നിങ്ങളുടെ ഭാര്യയാണ് ഇവര് രണ്ടുപേരും ചേർന്ന് അപമാനിച്ചിരിക്കുന്നത്. ഇനി എന്താ വേണ്ടെന്ന് അരവിന്ദന് തീരുമാനിക്കാം. അങ്ങനെ വലിയൊരു തീരുമാനം എടുക്കാനുള്ള പ്രശ്നങ്ങളൊന്നും ഇതിലില്ലല്ലോ. അത് പറയേണ്ടത് മാഷല്ല, ഞാനാ. ഇപ്പൊ ഇര ഞാനല്ലേ മാഷേ? ഞാനല്ലേ അപമാനിക്കപ്പെട്ടത്? അച്ഛൻ പറയുന്നൊന്നും മേഡം കേൾക്കണ്ട. എന്താ വേണ്ടതെന്ന് വെച്ചാൽ മേഡം പറ, അതുപോലെ ചെയ്യാൻ ഞാൻ. മോളുടെ പേരിൽ ഇങ്ങനൊരു കള്ളക്കഥയുണ്ടാക്കി നാണം കെടുത്താൻ നോക്കിയെങ്കിൽ ഇവര് രണ്ടുപേരും മോളോട് മാപ്പ് ചോദിക്കണം. അതാ എന്റെ തീരുമാനം. എന്തോന്നാ ഹേമ, ഒരു നിസാര കാര്യത്തെ ഇങ്ങനെ ഊതി വീർപ്പിച്ച് മാപ്പ് ചോദിക്കലിലേക്ക് കൊണ്ടുപോണോ? വിട്ടുകളാന്നേ. ഞാനതങ്ങനെ വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടില്ല മാഷെ. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ ഇവര്. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഈ കൂട്ടരിൽ ഒരാൾ ഇനി ഇവിടെ ഉണ്ടാവും. അയ്യോ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. ഇവര് മാപ്പ് പറയും, മേഡം എങ്ങും പോവുകയില്ല. മാപ്പ് പറഞ്ഞ് ക്ഷമ ചോദിക്കാനാ ചാരു ഇങ്ങോട്ട് വന്നത്. പക്ഷേ അത് ശ്രേയ ഇപ്പൊ പറഞ്ഞ കാര്യത്തിനല്ല. ചാരു ചെയ്ത നല്ലൊരു കാര്യത്തിന്റെ ക്രെഡിറ്റ് കള്ളം പറഞ്ഞ് ശ്രേയയ്ക്ക് കൊടുക്കുകയും അതിന്റെ പേരിൽ അഭിനന്ദനങ്ങൾ കിട്ടുകയും ചെയ്തപ്പോ അതിന്റെ കാരണക്കാരി ചാരു ആണെന്നുള്ള ഒരു ഒറ്റ കാരണത്താൽ വേണമെങ്കിൽ ചാരു മാപ്പ് പറയും.
കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ. ചാരുവിന്റെ ഭർത്താവ് ഇപ്പോഴും പഴയ കൊമ്പിൽ തന്നെയാ, ഇറങ്ങി വരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചെയ്യാത്ത കാര്യം സ്വന്തം പേരിലാക്കി വെച്ച് ഇങ്ങനെ അഭിനയിക്കാൻ നാണയില്ലേ നിനക്ക്?